പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഇപ്പം 2000 ആയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആശയം, അത് നമുക്കുള്ളതിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു പദം ശ്രദ്ധിക്കണം. മര്യാദ എന്ന പദമാണ്. ആരാധനയ്ക്ക് എന്തുണ്ട്? ഒരു മര്യാദയുണ്ട്. ആരാധനാലയത്തിനകത്ത് ഇരിക്കുന്നതിന് എന്തുണ്ട്? ഒരു മര്യാദയുണ്ട്. ശുശ്രൂഷകൾക്ക് ഒരു മര്യാദയുണ്ട്. ദൈവമക്കളുടെ ആലയത്തിൽ വരുന്നതിന് ഒരു മര്യാദയുണ്ട്. അതിനൊരു ക്രമം എന്നർത്ഥമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ സഭ പുത്തരിഞ്ഞ പുസ്തകമല്ല. ഇത് പഴയ ദൈവത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് ആണ്ടിലൊരിക്കലും കയറാൻ കഴിയോ? പക്ഷെ ചുമ്മാതെ പറഞ്ഞത് കയറിയാൽ പോരാ. അകത്ത് കയറുന്നതിന് മുൻപ് അവൻ സ്വയമായി പാപപരിഹാരം വരുത്തണം. അതിനൊരു മൃഗത്തെ അറുക്കണം, അടുത്ത് ചോരത്തളി ആചരിക്കണം. അവന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് വേണം ജനത്തിന്റെ പാപത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ? അകത്ത് കടക്കാൻ. എന്ന് പറഞ്ഞാൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ കയറി നിന്ന് ശുശ്രൂഷിക്കേണ്ടതല്ല ദൈവത്തിന്റെ സന്നിധി. അതിനെ പറയാൻ വന്നത് വിശ്വാസികളെ തള്ളിയിട്ട് വിശ്വാസികളെ ചീത്ത വിളിച്ചിട്ട് മഴക്കുണ്ടാക്കിയിട്ട് ശുശ്രൂഷിക്കുന്ന ഒത്തിരി ഉപദേശിമാരുണ്ട്. എനിക്ക് നല്ലൊരാളെ അറിയാമായിരുന്നു. ഭാവയുണ്ട് എന്നതാണ്. നമ്മുടെ ജീവിതത്തിനൊരു ക്രമം ഉണ്ടായിരിക്കണം. ആ ക്രമപ്രകാരം ജീവിച്ചൊരു കുടുംബത്തെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കുടുംബത്തിന്റെ പ്രശ്നമുണ്ട്. അവരുടെ തലമുറ അവർക്കില്ല. അതാരാണ് എന്ന് താഴേക്ക് വായിക്കാം. ഈ ആളുടെ പേര് സെഖരിയാവെന്നാണ്, ഭാര്യയുടെ പേര് എലിശബത്ത് എന്നാണ്. അഹരോന്റെ പുത്രിമാരിൽ ഒരുവൾ ആയിരുന്നു. ദൈവത്തിന്റെ നീതിയിലും കൃപയിലും ഒക്കെ അതേ ജീവിച്ചു വന്നവരാണ് അവർ. അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പോലും ഒരു കുറവ് പറയുന്നില്ല. പക്ഷേ മനുഷ്യന്റെ കണ്ണുകൾക്ക് അവരെ കുറിച്ച് പറയാൻ ഒരു കുറവുണ്ട്. ഒരു തലമുറ അവർക്കില്ലാതിരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു ദൂതി എന്നോട് പറയാ, ലോകം നോക്കുമ്പോൾ ഒത്തിരി കുറവ് നമുക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു കർത്താവ് നമുക്കുണ്ട്. എന്നാൽ ദൈവം കാണുന്ന കുറവുകളെ പരിഹരിക്കാൻ മനുഷ്യർക്കാർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തോട് ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ കുറവില്ലാത്തവരായി നിൽക്കാൻ, കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മനുഷ്യൻ ചൂണ്ടുന്ന കുറവുകളെ പരിഹരിക്കാൻ ദൈവം ഇറങ്ങി വരും. അവിടെയാണ് ആ വിഷയം നമ്മൾ കാണുന്നത്. ഈ മഹാപുരോഹിതൻ സെഖരിയാവ് തന്റെ ശുശ്രൂഷാകാലം തികഞ്ഞു എന്ന് തികഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്റെ ശുശ്രൂഷാകാലം തികയുക. മരണ വീട്ടിലൊക്കെ സാധാരണ ഈ വാക്യം നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിന്റെ ശരിയായ അർത്ഥം 25-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് കയറണം, 50-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങണം. ഇതാണ് ന്യായപ്രമാണത്തിന്റെ കണക്ക്. 25-ഓ 30-ാമത്തെ വയസ്സിൽ കയറണം. അപ്പൊ ശുശ്രൂഷാകാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ 50 വയസ്സിനോടടുത്ത് ആ മനുഷ്യന് പ്രായം ആയിട്ടുണ്ട്. അപ്പൊ ശുശ്രൂഷയുടെ അവസാന നാളുകളിലാണ് താൻ നിൽക്കുന്നത്. അപ്പൊ 50-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങണം. അതുകൊണ്ടാണ് ശുശ്രൂഷാകാലം തികഞ്ഞു താൻ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നതിന് കാരണം അവിടെയാ. ഈ മനുഷ്യനകത്ത് കയറി ധൂപം കാട്ടാൻ ധൂപപീഠത്തിന്റെ അകത്ത് കയറി. എന്താ ഇതിന്റെ പ്രത്യേകത? ധൂപം പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. പ്രാർത്ഥന നടക്കുന്ന ഇടം, മധ്യസ്ഥത നടക്കുന്ന ഇടം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടം, മറ്റാർക്കും കാണാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം കാണുന്ന ഇടം, മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത ദൈവശബ്ദം കേൾക്കുന്ന ഇടം, അധികമാർക്ക് കയറി ചെല്ലാൻ കഴിയാത്തിടത്തേക്ക് കയറി ചെന്ന് നിൽക്കുന്ന ഇടം. ഇന്ന് പകലൊരു ദൂതുണ്ടെന്ന് പറയാം. പ്രാർത്ഥന ഒരു സാധാരണ വിഷയമല്ല. ആരാധന ഒരു സാധാരണ വിഷയമല്ല. അത് ജോലിക്ക് പോകണവർ ജോലിക്ക് പോകണം. അവർ വന്നാൽ ഉപജീവനം നടക്കത്തില്ല. എന്നാൽ അവര് വരാൻ കഴിവുള്ളപ്പോൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കണം. കാരണം കുടുംബ പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ്. സഭയുടെ പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ്. വ്യക്തിപരമായ പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ്. അതിനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്, മറ്റാരും പറയാത്ത ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയുന്നത്, അധികം ആർക്കും അവിടെ കയറി ചെല്ലാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവത്തോട് പറ, അങ്ങനെ ഒരു അഭേദ്യമായ ആത്മസാന്നിധ്യത്തിലേക്ക്, ഒരു പ്രാർത്ഥന
അന്തരീക്ഷത്തിലേക്ക് ദൈവം എന്നെ നടത്തിയത് ഓർത്ത് ഞാൻ ഈ പകൽ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. ദൈവങ്ങളെ, സമയം ലഭിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം കൂടെ ഇവിടുന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. നമ്മുടെ മുമ്പിൽ സമയം ലഭിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നിന്റെ പ്രാർത്ഥനകളുടെ റിസൾട്ട് ഇന്ന് തന്നെ അറിയണമെന്നില്ല. അതിന്റെ ഫലങ്ങൾ നാളെയാകാം പുറത്തു വരുന്നത്. ഒരു മെഡിസിൻ കഴിച്ചാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. ഇന്നത്തെ പ്രാർത്ഥനകൾ നാളത്തെ ഫലങ്ങളായി പുറത്തു വരുന്നുണ്ട്. നമ്മുടെ അത് ചിന്തയിലേക്ക് വരികയാണ്. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പടി അതിന് ബൈബിൾ കൊടുത്തത് അവിശ്വാസം എന്ന അൺബിലീഫ്. അവിശ്വാസം അത് നോക്കി ആരാ? ഒരു പുരോഹിതൻ അവിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാകട്ടോ. ഇന്ന് പകൽ ഓർക്കണം, പ്രസംഗിക്കുന്നെങ്കിലും പാസ്റ്റർമാർക്ക് പലർക്കും വിശ്വാസമില്ല. കുറെ നാൾ മുമ്പേ അളിയനോട് തന്നെയാണ് ഒരാൾ ചോദിച്ചൊരു വേർപാടൊക്കെ നടന്നൊരു വീടിനോട് ബന്ധപ്പെട്ട് അവിടുത്തെ പിതാവ് ആ സ്ഥലസഭയുടെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ സാരമില്ല, മരണം സംഭവിക്കാനിടയായി, കുഴപ്പമില്ലെങ്കിലും ഞങ്ങള് അവനെ നിത്യതയിൽ ചെന്ന് കാണാം എന്ന് പറഞ്ഞപ്പോ ഈ അപ്പനോട് ആ പാസ്റ്റർ ചോദിക്കുക, ഈ സ്വർഗമൊക്കെ ഉണ്ടെന്ന് ഈ കാലത്ത് ആരാഴ്ച വിശ്വസിക്കുന്നില്ല. ആ അപ്പന് അളിയനോട് പറഞ്ഞില്ലേ, ഞാൻ കണ്ടതൊന്നുമല്ലോ അദ്ദേഹം ഇരുത്തിക്കൊണ്ടല്ലേ പറയുന്നേ. അപ്പോ നമ്മുടെ ഉപദേശിമാർക്കും പലർക്കും എന്തില്ല, വിശ്വാസമില്ല. ഈ സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, ഇപ്പൊ തരുമെന്ന് പറയുമ്പോഴും അവർ തന്നെ ചിന്തിക്കുന്നൊക്കെ അടുത്ത കാലത്ത് എങ്ങാനും നടക്കുമെന്ന്. ഞാൻ പറഞ്ഞത്, ആരാധന കഴിക്കുന്ന സക്രിയാവ്, പ്രാർത്ഥിക്കുന്ന സക്രിയാവ്, ദൈവ ശബ്ദം കേൾക്കുന്ന സക്രിയാവ്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സക്രിയാവ്, ആ സക്രിയാവിന്റെ ഉള്ളത്തെ വിവേചിച്ചിട്ട് ദൈവം പറയുകയാ, തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള വാക്ക് നീ അവിശ്വസിച്ചത് കൊണ്ട്. അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, അവിശ്വാസം ദുഷ്ടഹൃദയമാണ്. അവിശ്വാസത്തിന്റെ വിശ്വാസത്തിലേക്ക് വഴിമാറ്റമുണ്ടായെങ്കിലേ ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മെ നിവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ പകൽ ദൈവത്തോട് പറയേണ്ട, എന്നെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം, എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം, എന്റെ തലമുറയെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ഞങ്ങളുടെ ശുശ്രൂഷകളെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവ സഭയെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അത് തക്ക സമയത്ത് നിവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകത്താവേ. അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയം ഇന്ന് പകൽ ഞങ്ങൾ എടുത്തു മാറ്റണം. അവിശ്വസിക്കുകയല്ല, വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം എനിക്കെതിരായി നിൽക്കുമ്പോഴോ, സന്ദർഭങ്ങൾ എനിക്കെതിരെ നിൽക്കുമ്പോഴോ ഞാൻ ഈ പകൽ ദൈവത്തെ കടന്ന് വിശ്വസിക്കുക. എന്റെ അവിശ്വാസങ്ങൾ ഈ പകൽക്കാലം മാറണം കേട്ടോ. സകല അവിശ്വാസങ്ങൾ മാറണം. നിന്റെ സാഹചര്യം മാറത്തില്ലെന്ന്, നിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകത്തില്ലെന്ന്, നിന്റെ തലമുറയുടെ മേലെ വിടുതൽ നടക്കത്തില്ലെന്ന്, നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം സംഭവിക്കത്തില്ലെന്ന് ഉലകം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽ പറയണം, ഇന്നില്ല, ഞാനതിനെ അവിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കരുത്തുണ്ട്. അവൻ ആലോചനയിൽ വലിയവന് പ്രവൃത്തി ശക്തിമാനുമാണ്. യേശുവിന്റെ നാമത്തിൽ അവിശ്വസിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. ഈ പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറായ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ അവിശ്വാസത്തിന്റെ ഹൃദയങ്ങളെ മാറട്ടെ, എന്റെ അവിശ്വാസങ്ങളെ മാറട്ടെ. ഈ പകൽ ദൈവസാമയെ കുറിച്ച് ആത്മാവിന്റെ വാർത്തകളെ വിശ്വസിക്കാൻ കഴിയത്തക്കവണ്ണം ഒരു വിശ്വാസത്തിന്റെ ഹൃദയം അവൻ അവിശ്വസിക്കും. ദൈവം പറഞ്ഞ വാക്ക് തക്ക സമയത്ത് നിവൃത്തിയാകാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കായുകൊണ്ട് എന്നാണ്. ഇത് പകൽ ഓർക്കണേ, നമ്മൾ ദൈവവചനം കേൾക്കുകയും ദൈവാലോചന മുമ്പിൽ ഇരിക്കുകയും ഞാൻ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിവേചിച്ചുകൊണ്ടിരിക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ആ ഭാഗത്തുനിന്ന് മാറുകയാണ്. നോക്കൂ, അങ്ങനെ ഈ ധൂപപീഠത്തിനകത്ത് കയറി നമുക്ക് താഴേക്ക് വായിക്കാം.
ധൂപം കാട്ടുന്ന നാഴികയിൽ ധൂപം കാട്ടാൻ എന്ത് ചെയ്തു? ധൂപപീഠത്തിനകത്തേക്ക് അടുത്തേക്ക് കയറുകയാണ്. അപ്പോ ധൂപം കാട്ടാൻ ഒരു സമയമുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമുക്ക് എന്ത് വേണം? ഒരു സമയം വേണം. നമ്മൾ പറയുന്നത് സമയം ഇല്ലെന്നാൽ, ബാക്കി എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? സമയം കിട്ടാത്തത്. ഇതേ ഈ നമ്മൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് കുറെ നേരം എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ച് കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞോട് പറയത്തില്ലേ, അയ്യോ സമയം പോയി, ബാക്കി ഞാൻ പിന്നെന്ത് ചെയ്യാം പറയാം. അപ്പോഴറിയുന്നു 1.5 മണിക്കൂറായി ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന്. എന്നോ ഉണ്ടെന്ന് ചോദിച്ചു തുടങ്ങിയതാ. അതുപോലെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി ആ വീട്ടിൽ കൂടെ കയറി, നാട്ടിൽ കൂടെ പോയി, അയൽക്കൂട്ടത്തിൽ കൂടെ കയറി, അയൽക്കാരുടെ വീട്ടിൽ കൂടെ കയറി, സ്വന്തക്കാരുടെ വീട് വഴി, മരുമോടെ വീട് വഴി, നാത്തൂന്റെ വീട് വഴി, ബാംഗ്ലൂരിലൂടെ പിന്നൊന്ന് കയറി ഇറങ്ങി, വീണ്ടും അതുവഴി അമേരിക്കയിൽ പോയി യുദ്ധങ്ങളെ കുറിച്ചും കഴിഞ്ഞിടയ്ക്ക് വാസ്തു വന്നത് ചിപ്പ് വെക്കുന്ന കാര്യത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ BP കഥയെല്ലാം പറഞ്ഞ് അവസാനം വരുമ്പോൾ 1.5 മണിക്കൂറായി. എന്നിട്ട് നമ്മൾ പറയുന്ന പ്രാർത്ഥിക്കാൻ എന്തില്ല, നേരമില്ല. ഞാനൊരു ദൂരത്തേക്കുള്ള പറയാം, വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കണം. ബന്ധങ്ങൾ നിലനിർത്തണം, ബന്ധങ്ങൾ വിച്ഛേദിക്കരുത്, വിളിക്കണം. പക്ഷേ ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രാർത്ഥനാ സമയത്തെ കവർന്നെടുക്കുന്ന ഫോൺ വിളികൾ നാം ഒഴിവാക്കുക. ബൈബിൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വ്യർത്ഥ സംസാരങ്ങളിൽ മുഴുകരുത്. കാരണം ആ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കണ്ടെത്തിയാൽ അത് വിടുതലായി മാറും. ധൂപപീഠം കാട്ടാൻ, ധൂപപീഠത്തിനടുത്ത് ധൂപവർഗം കാട്ടാൻ അകത്ത് കയറിയ ഒരു സമയമുണ്ട്. അങ്ങനെ അകത്ത് കയറി ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വായിച്ചോ, ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായി ആര് പ്രത്യക്ഷനായി? ദൂതൻ പ്രത്യക്ഷനായി. നോക്കിയേ, ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇവിടെ ആർക്ക് കയറാൻ കഴിയത്തില്ല കേട്ടോ. കാരണം അല്ലേ മുൻപിൽ വായിക്കുന്നുണ്ട്, ജനം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് പുരോഹിതൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുറത്ത് ജനം പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പേരാണ് കൂട്ടായ്മ ബന്ധം. വിശ്വാസി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് അവിടേക്ക് കയറാൻ കഴിയത്തില്ല. ഞാൻ ദൂരം അവിടുന്ന് പറയാം, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ട പേഴ്സണൽ പ്രയറിലൂടെ വേണേ വിളിക്കാം. വ്യക്തിപരമായ പ്രാർത്ഥന, മറ്റാരുമില്ലാതെ ഞാനും ദൈവവുമായി മാത്രം ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു സമയം. അത് കുടുംബജീവിതത്തിലുള്ളവരും അങ്ങനെ പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയം, വേറിട്ട് പ്രാർത്ഥിക്കുന്ന സമയം, അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. കുഞ്ഞേ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പുറത്ത് നിൽക്കുന്ന ഒരുത്തനും അകത്ത് കയറാൻ കഴിയത്തില്ലെങ്കിലും ഉയരത്തിലുള്ളവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാം. ഞാൻ ഈ പകലോട് പറയാ, ലോകത്തിലുള്ള ആർക്കും നിന്റെ അടുത്തേക്ക് കയറാൻ കഴിയത്തില്ലെങ്കിൽ, നിന്റെ വിഷയത്തിന് മറുപടി പറയാൻ കഴിയത്തില്ലെങ്കിൽ, സെക്രട്ടറിയോട് വരും ചോദിക്കാം, നാളെ കുറച്ചായില്ലേ, മക്കളില്ലേ, ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലേ, ഡോക്ടറെ കാണിക്കുന്നില്ലേ, എന്താ കുഞ്ഞുങ്ങൾ വേണ്ടെന്നാണോ പ്ലാൻ, എന്താ അത് ചോദിക്കാൻ പറ്റി. അതിന്റെ പരിഹാരം എന്താണെന്നോ, അതെപ്പോൾ നടക്കുമെന്നോ പറയാൻ അവർക്ക് ആർക്കും കഴിയത്തില്ല. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ആർക്കും കഴിയത്തില്ലെന്ന്. പക്ഷേ ഓർക്കണം, പുറത്ത് നിൽക്കുന്ന ഒരുത്തന് നമ്മൾ ആ ദൂത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഒരു പ്രാകാരവാതിൽ വിട്ട് വിശുദ്ധ മന്ദിരം വിട്ട് അതിപരിശുദ്ധ മന്ദിരത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. മനസ്സില്ലാത്തതുകൊണ്ടല്ല കയറുന്ന ചത്ത് വീഴും, കയറാൻ പറ്റത്തില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു 10-20 അടി ദൂരമുള്ളിടത്തേക്ക് ഒരുത്തൻ കയറാൻ കഴിയാതെ നിൽക്കുമ്പോ, പേടിച്ചു പുറത്ത് നിൽക്കുമ്പോ, അത്യുന്നത സ്വർഗത്തിലെ കോടാനുകോടി മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് തമ്പുരാൻ ഒരു ദൂതനെ അവന് വേണ്ടി ഇറക്കി നിർത്തുന്നുണ്ട്. ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ പരിഹരിക്കാൻ, മണ്ണിലാർക്കും മറുപടി തരാൻ കഴിയാത്ത വിഷയത്തെ, മണ്ണിലാർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ, മണ്ണിലാർക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിഷയത്തെ പരിഹരിക്കാൻ പിന്നിൽ നിന്ന് തമ്പുരാൻ തന്നെ ദൂതനെ അയക്കുമെന്ന് ഞാൻ ഈ പകൽക്കാലം പറഞ്ഞത്. അത് നീ അവിശ്വസിക്കരുത് കേട്ടോ. ഇന്ന് പകൽ ദൈവം തന്നെ ദൂതനെ എനിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവ് തന്നെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. 2-3 പേരുടെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഉണ്ടെന്ന് ചെയ്ത തമ്പുരാൻ ഇന്ന് പകലിന്റെ നടുവിലുണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവവൈതൽ പറയണ എന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന്, അതെപ്പോൾ ഉണ്ടാകുമെന്ന്, അതെങ്ങനെ ഉണ്ടാകുമെന്ന് കൃത്യമായ വഴികൾ പറഞ്ഞു തരാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. ഈ പകൽ തിരിച്ചറിയണ നിന്റെ രക്തബന്ധങ്ങൾക്ക് പരിധിയുണ്ട്, നിന്റെ കുടുംബാംഗങ്ങൾക്ക് പരിമിതിയുണ്ട്, നിന്റെ ചാർച്ചക്കാർക്ക് പരിമിതിയുണ്ട്, മനുഷ്യന് പരിമിതിയുണ്ട്. പക്ഷെ ഉയരത്തിലുള്ളവന് പരിധിയില്ല. അവൻ പരിമിതിയില്ലാത്ത ദൈവം. യേശുവിൻ നാമത്തിൽ പകലിന്റെ നടുവിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ വ്യാപരിക്കുന്ന പകര നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കാം. അത് സംഭവ്യമാക്കുന്നതിന് എന്റെ ദൈവത്തിന്റെ കാലം ചാലിക്കും. അവൻ ആലോചനയിൽ വലിയവർ പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവമാണ്. ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് ദൂതൻ നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോ ഓർക്കണേ, ഒന്ന് അവൻ ചെയ്ത് കണ്ടു. പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ ചില കാഴ്ച നമുക്ക് കാണാം. ഇനി കണ്ടുപോകാനല്ലവൻ വന്നത്. അടുത്ത വാക്ക് അവിടെ എഴുതിയിരിക്കുന്നു, സെഖര്യാവിനെ കണ്ട് ഭ്രമിച്ച്. നമ്മളെ പേടിപ്പിക്കണമെങ്കിൽ പിശാചിന് ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ മതി. സാത്താൻ പോരാട്ടം, ബന്ധനം, മന്ത്രവാദം, ആഭിചാര, ശുദ്ധനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ തുള്ളും. വേണ്ടതല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ നാളുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് പിന്നിൽ വ്യാപരിക്കാതെ ഒരു ഒറിജിനൽ ഉള്ളത് കൊണ്ട് എന്തുണ്ട്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സഭകളിൽ നോക്കി ദൈവത്തെക്കുറിച്ച് ഒരു 10,000 പ്രാവശ്യം പറഞ്ഞാലും ആർക്കും എന്തില്ല. ദൈവം ആ പുള്ളി എന്നെ അറിയുന്ന മോനെ. പക്ഷെ പിശാചെന്ന് പറഞ്ഞ് അന്നേരം നമ്മുടെ മുട്ട് പറയ്ക്കും. ഈ പ്രസംഗമൊക്കെ ഞങ്ങളുടെ ഭാഷയാണ്. എറിക്കാതെ വരുമ്പോൾ ഉപദേശമായിട്ട് എടുത്തിടുന്ന ഒരു സാധനമായത് പോരാട്ടം. അപ്പോഴത്തേക്ക് എവിടെ നിന്നിട്ടില്ല ആത്മാവില്ല. ഞാനതിനെ എതിർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ വിഷയം പറയാം. ഞാനൊരു ദൂരത്തെ പറയാം. ശരിക്കും നമ്മൾ ബൈബിൾ പഠിച്ച് പിശാചിനെ ഭയപ്പെടണമെന്ന് ഒരിടത്തും ബൈബിൾ എഴുതിയിട്ടില്ല. പക്ഷെ ബൈബിൾ എഴുതിയിടത്തല്ലേ എഴുതിയത് ദൈവത്തെ ഭയപ്പെടുകയും. അതിന്റെ കാരണം എന്താ? പിശാചിനോട് എതിർത്ത് നിൽക്കാനാണ് ബൈബിൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം നിനക്ക് അവനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയുണ്ട്. അത് നിന്റെ ബലമല്ല, ആത്മാവിന്റെ ബലമാണ്. അങ്ങനെ എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും. ദൈവത്തെ നാം ഭയപ്പെട്ട് തുടങ്ങിയാൽ, ദൈവവചനത്തെ നാം ഭയപ്പെട്ട് തുടങ്ങിയാൽ നിശ്ചയമായിട്ടും അതൊരു അനുഗ്രഹത്തിന്റെ റിസൾട്ട് ആകട്ടോ. ഞാൻ ഈ പകൽ മനസ്സ് തുറന്ന ദൂത് പറയുന്നത്, ദൈവത്തെ ശരിക്കും നാം ഭയപ്പെട്ട് തുടങ്ങിയാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങുവാനാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനുമൊക്കെ അത് അനുഭവിച്ചൊരു കുടുംബത്തിലെ അംഗം തന്നെയാ. പക്ഷെ ഞാൻ ഈ പകൽ പറയുന്ന ദൂതിത, സെഖര്യാവ് ദൂതനെ കണ്ടപ്പോൾ ഭയപരവശനായി മാറി. ഫിയർ ഓഫ് ദ ലോർഡ് എന്നൊരു പദം നമ്മുടെ ബൈബിളിലുണ്ട്. അത് ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭക്തി, അത് അനുഗ്രഹമാണ്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ ഓടി മാറുകയാ. സെഖര്യാവ് അവനെ കണ്ടു. അവനെ ഭയപ്പെട്ട് ദൈവ സന്നിധി ബോധം എന്ന് അതിന്റെ പേരാ പറയുന്നത്. പാസ്റ്ററെ പേടിച്ചല്ലിരിക്കേണ്ടത്, അവനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് വേണം ആലയത്തിലിരിക്കാൻ. ദൈവ ഭയം അതൊരു കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ പോലും ആ ഭയമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടേണ്ടത്. കുടുംബ പ്രാർത്ഥന അതേ ഗൗരവമുള്ളതായി മാറണമെങ്കിൽ ദൈവഭയം നമ്മുടെ അകത്ത് വേണം. കാരണം ആ കുടുംബ പ്രാർത്ഥന കുഞ്ഞുകളിക്കാനുള്ള സ്ഥലമല്ല, അത് തമാശ പറയാനുള്ള സ്ഥലമല്ല, അത് പൊട്ടച്ചൊല്ല് പറയാനുള്ള സ്ഥലമല്ല. അതൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ. പക്ഷെ ആ ഇടവും ഗൗരവമുള്ളതായി മാറണമെങ്കിൽ ഒരു ദൈവഭയം വേണം. കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. അതാണ് ആരാധനാലയത്തിൽ നടക്കേണ്ടത്. ദൈവഭയം. അവിടെ സെഖര്യാവ് ദൂതനെ കണ്ട ഭയപരവശനായി. അടുത്ത വാക്ക്, ദൂതൻ അവനോട് പറഞ്ഞു,
സകരിയാവേ, നീ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഭയമുള്ള സകലരോടും പറയുന്ന ഒരു വാക്ക്, എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഇന്ന് പകൽക്കാലം നമ്മോട് ദൈവത്തിന് പറയാനുള്ള വാക്ക്, കുഞ്ഞേ നീ പേടിക്കണ്ട. സ്തോത്രം. മരണഭയമാകാം, രോഗഭയമാകാം, നാളുകളെ കുറിച്ചുള്ള ഭയമാകാം, അനാവശ്യമാകുന്ന ചിന്തകളുടെ ഭയമാകാം. തമ്പുരാൻ പറയുന്ന മറുപടി, നീ പേടിക്കണ്ട. ഇന്ന് പകൽ ഞാൻ ഒരു ആത്മദൂതോടെ കൈമാറുകയാ. ആവശ്യമില്ലാത്തവ ഈ ചിലർക്ക് അങ്ങനെ ഇരിക്കും, അങ്ങ് പേടിയാണ്, ഉറങ്ങത്തില്ല. ഞാനൊരു ദൂതോട് നിങ്ങളോട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് BP കൂട്ടിയ ദൈവം അതിന് ആരല്ല. നോർമൽ BP കൂടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭാഷയുടെ BP അളിയ മലപ്പുറം വെച്ച് താങ്ങുവാൻ ചിന്തിക്കില്ല, എന്നല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ചിന്ത വേറെയാ. ഞാൻ പറഞ്ഞ ചിന്ത, ഈ ചിലർക്ക് ഞങ്ങൾക്ക് ടെൻഷനാണ്. എന്തോന്ന് എനിക്കറിയത്തില്ല. കൊച്ചു 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. എൻ്റെ കുട്ടിനെ എങ്ങനെ 4ാം ക്ലാസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാം, കെട്ടിക്കുന്ന കർത്താവ്. ഞാനതാ പറയും, നമുക്കിതൊന്നും ഒന്നില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് എത്ര വയസ്സുണ്ട്? സാധാരണ രീതി 8 വയസ്സ്. നമ്മുടെ രീതി അനുസരിച്ച് ഇപ്പം ഞങ്ങളുടെ നെയ്യാറ്റിക്കരയാണെങ്കിൽ 18 വയസ്സ് ആകുമ്പോഴത്തേക്കൊക്കെ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ അയക്കും. 19-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അയക്കും. അവിടുത്തെ രീതി എങ്ങനെയാണ്. നമ്മുടെ മദീനാമൂരിലേക്ക് വരുമ്പോൾ 22-24 വയസ്സൊക്കെയാണ്. അപ്പം 8, 16, 24, ഒരു 16 വർഷം ഇനി ഉണ്ട്. അപ്പം നമ്മൾ എൻ്റെ കൊച്ചിന് അപ്പോൾ ഒരു 16 വർഷത്തേക്ക് ആര് നമ്മൾ പക്ഷേ ആശീർവാദം കൂടി പറഞ്ഞ ആമയും കർത്താവ് യേശുവേ, നമ്മളങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ പണ്ടങ്ങനെ വേഗം വാക്ക് മാറിയപ്പോൾ കുഴപ്പമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതരുതെന്നോ ഒന്നും വെച്ചിരിക്കരുതെന്നോ ഒന്നല്ലേ പറഞ്ഞു. അതൊക്കെ ബുദ്ധിയോടെ ചെയ്യണം. അതൊന്നും ഞാൻ എതിരല്ല. ഞാൻ പറഞ്ഞു വരുന്ന ചിന്ത ഇതാണ്. ചിലർക്ക് ആവശ്യമില്ലാത്ത പേടി. ദൈവത്തെ പേടിയില്ല, ദൈവജനത്തെ പേടിയില്ല. ചിലർക്ക് ഭർത്താവിനെ എന്തില്ല, പേടിയില്ല. പക്ഷേ ഇച്ചിരിയുള്ള പല്ലിയെ എന്താ പേടിയാണ്. പാറ്റയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിനവർ എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. പഴുതാലിയൊക്കെ കണ്ട് ബാത്റൂമിലെ പൈപ്പ് തല്ലി പിടിച്ചവരെ എനിക്കറിയാം, പേടിച്ച അതിൻ്റെ പുറത്ത് ചാടി കയറിയതാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ചിന്ത, ദൈവത്തെ പേടി. ചിലർക്ക് അനാവശ്യമായ ചിന്തകൾ കൊണ്ട് ഭയമുണ്ട്. ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നു, ഞാൻ ചത്തുപോകും, ഞാൻ മരിച്ചു പോകും. ശരി പോയിട്ടപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ആയിരിക്കും. അത് യാഥാർത്ഥ്യമാണെന്നേ, അതൊരു പരമമായ സത്യമാണ്. ഇതെന്നാണെന്നും നമുക്കറിയത്തില്ല. ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഈ എങ്ങാനും നമുക്കറിയാമായിരിക്കും. 2030 സെപ്റ്റംബർ മാസം 4-ാം തീയതി 11 മണിക്കാണെന്ന് മരിക്കുന്നതെന്ന് അറിഞ്ഞാൽ 3-ാം തീയതി രാത്രി അറ്റാക്ക് നമ്മൾ എന്ത് ചെയ്യും? അന്ന് പോകണ്ട, മിക്കാറിയ ഉടനെ തന്നെ എന്ത് ചെയ്യും? കാരണം പിന്നെ ചിലർക്ക് പേടി കഴിഞ്ഞ് അനങ്ങത്തിൽ ഇരിക്കുന്നിടത്തൊന്നും എന്ത് ചെയ്യത്തില്ല, ഓടി ചെയ്തില്ല. പിന്നെ പേപ്പറൊക്കെ വായിച്ചോണ്ടിരിക്കണം. നമുക്ക് ഒരു സംശയം തോന്നും, അറ്റാക്ക് വന്ന ആളുടെ കാറ്റ് പോകുന്നത്. കാരണം ഇരിക്കുന്നതിന് എന്താ ഞാനൊരു ദൂതങ്ങളോട് പറയാം. പിന്നെ ഈ നമ്മുടെ ജീവിതം ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല. അത് നമ്മൾ ആദ്യം അറിയണം. ബൈബിൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം അറിയാതെയും ദൈവം സമ്മതിക്കാതെയും ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ലെന്നേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങിൽ വന്നപ്പോഴാണ് നമ്മുടെ ദൈവദാസനും മരുമോന്റെ ശാരീരിക പ്രയാസത്തെ കുറിച്ച് കേട്ടത്. എന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവദാസൻ ദൈവസഭ ഞാനോട് ചർച്ചയിലും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനെന്ന് എനിക്കൊന്ന് അവർ വിളിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വിളിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് മാറ്റമുണ്ട്, സൗഖ്യമായി. ഒരു ചെറിയ പ്രയാസം ഉണ്ടെന്നുള്ളത് അത് സാധാരണ തലവേദനയൊന്നുമല്ല, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഏത് മാരക വിപത്തുകളെയും മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നത് നമ്മുടെ അറിവല്ല, ഇന്നലകളിലെ നമ്മുടെ അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറയണം. പിശാച് കേൾക്ക വിശ്വാസത്തോടെ പറയണം. ആവശ്യമില്ലാത്ത ഭയങ്ങൾ എനിക്ക് വേണ്ട. യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഉറങ്ങാൻ കഴിയാതെ ഉറങ്ങാൻ കിടന്നാൽ ചിന്തിച്ച് എന്റെ ഉറക്കത്തെ പോലും തടുത്തു കളഞ്ഞ ഉറക്കമില്ലായ്മ വരുത്തി അകാരണമായി ഇതിനെ ചിന്താ ഭയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭയത്തിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം ദൈവം ഭയന്നവരകത്ത് വ്യാപരിച്ചവർ
യേശുവിന്റെ നാമത്തിൽ അനാവശ്യമാകുന്ന സകല ഭയങ്ങളും ഇത് മകൾക്കാലം പുറത്തു പോകട്ടെ. ഇത് ഭയപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയല്ല, ഇത് ദൈവത്തിനെ ധൈര്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാ. പിശാചിന്റെ ജോലിയോ നിന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ദൈവത്തിന്റെ പദ്ധതി നിനക്ക് പേരെന്തോ നിന്നെ മടക്കി അയക്കാനുള്ളതാ. ദൈവത്തിന്റെ ആത്മാവിന്റെ പേരോ ഈ പകലിന്റെ ശരീരത്തിൽ വ്യാപരിക്കപ്പെടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ വന്നത് നിന്നെ പേടിപ്പിക്കാനല്ല. ഞാൻ എന്തിനാ വന്നത്? നിനക്ക് ധൈര്യം തരാനാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് പറയാൻ. ഈ നമ്മളെ ചിലർ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ഈ ശാരീരികമായിട്ട് സുഖമില്ലാതിരിക്കുന്നൊക്കെ സമയത്ത് നമ്മളെ ചിലർ കാണാൻ പറ്റും. ഈ കാണാൻ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പേടിയില്ലാത്തവർ കൂടെ എന്ത് സംഭവിക്കും? പേടിയുണ്ടാകും. ഒരു 5 മിനിറ്റ് ഇരുന്ന് അതിനൊരു സ്പെഷ്യൽ കൃപയുള്ള ആൾക്കാരുണ്ട്. ദൂതൻ വന്നത് പേടിപ്പിച്ച് പോകാനല്ല, ദൂതൻ വന്നത് ഒരു ദൂത് പറയാന. ദൂത് ഇതാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി മറുപടിയാണ്. ഞാനിപ്പകൽ ദൈവം എന്നെ നിങ്ങളുടെ നടുവിലേക്ക് അയച്ചത് നിങ്ങളെ ഭയപ്പെടുത്തി വിടാനല്ല, മറിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറയാൻ വേണ്ടിയില്ല. ഈ പ്രാർത്ഥന എത്ര കാലമായെന്ന് നമുക്കറിയത്തില്ല കേട്ടോ, എത്ര നാളുകളായെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട അന്ന് തുടങ്ങിയ പ്രാർത്ഥനയായിരിക്കും ഇത്. കാരണം വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം അവർ ഒന്നായതിനു ശേഷം അവർക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രാർത്ഥനയാ. നീണ്ട കാലങ്ങളായി 50 വയസ്സിനോട് അടുക്കാൻ തുടങ്ങുന്ന കാലമാ. വർഷം കുറച്ചായി. വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നീ മറന്നാലും ദൈവം അത് മറക്കത്തില്ല കേട്ടോ. പ്രായം എത്രയായാലും ദൈവം അത് മറക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവജനം അറിയണ, പ്രായത്തെ പ്രാർത്ഥന കൊണ്ട് തളർത്തിക്കളയാൻ ശ്രമിക്കരുത്. നിന്റെ പ്രായം എത്രയാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് മറുപടി വെളിപ്പെടുവാനിടയാ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണ, നമ്മുടെ ചിന്ത അവിശ്വാസം അത് വേണ്ട. അവിശ്വാസത്തെ വലിച്ചു മാറ്റിയിട്ട് പറയണ, ഇത് വിശ്വാസത്തിന്റെ പകല. ഞാൻ ഉറക്ക വിളിച്ചു പറയുന്നു, എന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്ന ഒരു പകല ഇത് മാറും. ദൈവത്തിന്റെ ശബ്ദം എന്നെ ധൈര്യപ്പെടുത്തുവാനിടയാ. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർ ഇനി തലമുറയോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാകാം, ശാരീരികമായ സൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്നവരാകാം, കുടുംബത്തിനകത്തെ വിഷയത്തിന് പരിഹാരത്തിന് പ്രാർത്ഥിക്കുന്നവരാകാം, ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, ആത്മീക വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരാകാം. ഒരു ദൂതിയൻ പറയാ, കാലമത്ര കഴിഞ്ഞാലും ദൈവം അത് മറക്കത്തില്ല. കുഞ്ഞെ, നീ പലതും പ്രാർത്ഥിച്ച് മറന്നേക്കാം, പക്ഷെ സ്വർഗം അത് മറക്കുന്നില്ല. അവൻ തന്നെ സമയത്ത് അത് നിവർത്തിപ്പാനിടയായി തീരും. അവനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായിരിക്കുന്നു? ഉത്തരമായിരിക്കുന്നു. അടുത്ത വാക്ക്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കെന്ത് ചെയ്യും? ഒരു മകനെ പ്രസവിക്കും. നിന്റെ ഭാര്യ നിനക്ക് ഒരു തലമുറയെ പ്രസവിക്കും. അവൻ എന്ത് പേരിടണം? ജനിക്കുന്ന കുഞ്ഞിന് ജനിക്കുന്നതിന് മുമ്പേ പേരിടാൻ പറയുന്നു. യേശു കർത്താവിനെ കുറിച്ചും അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ഇടേണ്ട പേര് കൂടെ പറഞ്ഞു കൊടുത്തു. ദൈവ കൃപയുള്ളവനാകുന്നു, ദൈവ കരുണയുള്ളവനാകുന്നതിന്റെ തലമുറയെ നോക്കി വിളിക്കാനാ ദൈവം പറഞ്ഞത്. യോഹന്നാൻ എന്ന് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ആ വിളിയുടെ അർത്ഥം പറയുന്നു, ദൈവ കൃപയുള്ളവനാണ്, ദൈവ കരുണയുള്ളവനാണ്. ഇന്ന് പകൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി അതേ അവരെ പേർ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാ. യോഹന്നാൻ എന്ന് ഓരോ പ്രാവശ്യം സക്രിയ വിളിക്കുമ്പോൾ പറയൂ, നീ ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കപ്പെട്ടവനാ, നീ ദൈവത്തിന്റെ കരുണയാൽ ലഭിക്കപ്പെട്ടവനാ. നമുക്കുള്ള ഓരോ നന്മയും നോക്കി അങ്ങനെ പറയണം കേട്ടോ. എന്റെ വീട് ദൈവത്തിന്റെ കൃപയാൽ കിട്ടിയതാ, എന്റെ വാഹനം ദൈവത്തിന്റെ കൃപയാൽ കിട്ടിയതാ, എന്റെ ജോലി ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചതാ, എന്റെ കുടുംബം ദൈവത്തിന്റെ കൃപയാലാണ്, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കൃപയാലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണ്.
ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാല. ഇത് ദൈവസഭയുടെ അംഗമായി മാറിയത് ദൈവത്തിന്റെ കൃപയാല. കൃപയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അത് ദൈവത്തിന്റെ കൃപയാ. മോനെ യോഹന്നാനെ എന്ന് വിളിക്കുമ്പോൾ അവർ പറയുക ദൈവത്തിന്റെ കൃപയാണ് നീ. ഇന്ന് പകൽ നമുക്കുള്ളതിന് എല്ലാം നോക്കിയിട്ട് പറയണം, ഇതെന്റെ കഴിവല്ല, ഇതെന്റെ പ്രാപ്തിയല്ല. നെബൂഖദ്നേസർ പറഞ്ഞു, എന്റെ കൈയുടെ ബലത്താൽ എന്റെ ധനത്തിന്റെ വാഹനം വെക്കാൻ ഞാൻ പണിതുണ്ടാക്കി. ആ രാത്രി ദൈവം അവനോട് ഇടപെട്ടെന്ന്. പക്ഷെ നമുക്കത് പറയാനില്ല കേട്ടോ. ജോലി ദൈവത്തിന്റെ കൃപയാൽ കിട്ടിയതാ. സകല വഴികളും അടഞ്ഞു പോയപ്പോ ആ ഒരു വഴി കാണിക്കാൻ ആരുമില്ലാത്തടത്ത് തമ്പുരാൻ തുറക്കപ്പെട്ട വഴിയിലൂടെ നൽകപ്പെട്ട ജോലിയാണെന്ന്. ഒരു വീട് ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കപ്പെട്ടതാ. അനേകർ കമ്പി ഉറങ്ങാൻ ഇന്നും ഒരു ഭവനമില്ലാതെ കിടക്കുമ്പോ ദൈവം അവർക്കൊക്കെ കൊടുക്കട്ടെ. ചെറുതാണെങ്കിലും ഒരു വീട് ദൈവം തന്നില്ലേ. നാം അനുഭവിക്കുന്ന നന്മകൾ മുഴുവൻ ദൈവത്തിന്റെ ദാനമാണെന്ന്, ദൈവത്തിന്റെ കൃപയാണെന്ന്. ഇടേണ്ട പേരുടെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പേരിട്ട പോരാ, നിനക്ക് ബോധിച്ച പേര് വിളിച്ച പറ്റത്തില്ല. ഞാൻ നൽകുന്ന വാഗ്ദത്തത്തിന്, ഞാൻ നൽകുന്ന മറുപടിക്ക് ഞാൻ പറയുന്ന പേരിടണം. അതിന്റെ കാരണം എന്താ? നീ ഉള്ള കാലത്തോളം ഇത് വിളിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് ദൈവത്തിന്റെ കൃപയാ. എന്റേതെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. ഇത് ദൈവത്തിന്റെ കൃപയാണ്. അവന് യോഹന്നാൻ എന്ന് പേര്. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ട്. അതൊരു വാഗ്ദത്ത നിവർത്തി നടക്കുമ്പോൾ ലഭിക്കപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, നിനക്ക് എന്തുണ്ടാവും? അപ്പൊ അതിനർത്ഥം ഈ ധൂപപീഠത്തിന് അടുക്കൽ കയറി ധൂപം കാട്ടിയിട്ട് പുള്ളിക്ക് ശരിയായിട്ട് എന്തുണ്ടായിട്ടില്ല? സന്തോഷം ഉണ്ടായിട്ടില്ല. നമ്മുടെ മുഖം ഇരിപ്പും ഒക്കെ കാണുമ്പോൾ അറിയാം സന്തോഷം കൊണ്ട് എന്തായിട്ടില്ല. പ്രധാന പറഞ്ഞില്ലേ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് എന്തെല്ലാം കിട്ടിയാലും നമ്മുടെ സന്തോഷം എന്താകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിവിടെ ഇല്ല, അവിടെ ചെല്ലുമ്പോഴേ എന്ത് ചെയ്തു. എങ്കിലും അത്യാവശ്യം ഒരു 80% ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് ഉണ്ടാകണം. സോദര, ഈ ആ ബാക്കി ഒരു കൂടെ വായിച്ചേ. നിനക്ക് എന്തുണ്ടാകും? ദൈവങ്ങളെ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു സന്തോഷമാണ്, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു സന്തോഷമാണ്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നിനക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം, അത് പറയാൻ കാരണം അറിയാമോ? അവരുടെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഒരംഗം കൂടെ ആ വീട്ടിൽ വരണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് എവിടെയാണ് തടസ്സമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിനക്ക് എന്തുണ്ടാകും? എൻ്റെ അർത്ഥം പറയാം, നീ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും നീ ഉള്ളിൽ കരയുന്നുണ്ട്. പലരും പുറത്തുനിന്ന് നോക്കുമ്പോൾ നിനക്ക് ഭാഗ്യം ഒത്തിരിയുണ്ട്. കാരണം അറിയോ, നീ അതിപരിശുദ്ധ സ്ഥലത്ത് കടക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്, ധൂപം കാട്ടാൻ കൃപ ലഭിച്ചവനാണ്, ദൂത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്, ദൂതനെ കാണാൻ കൃപ ലഭിച്ചവനാണ്, സാന്നിധ്യം അനുഭവിക്കാൻ കൃപ ലഭിച്ചവനാ. അപ്പൊ പുറമെ ഒരാളെ നോക്കുമ്പോൾ നിനക്ക് എന്തിന്റെ കുറവാ? പക്ഷെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സന്തോഷത്തിന് ചില കുറവുണ്ട്. ഇന്ന് പകൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ആരാധനയ്ക്ക് പോകുകയോ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ പുറമേ നിന്ന് നോക്കിയിട്ട് പലരും നമുക്ക് വിലയിടുന്നുണ്ട്. അവർക്കൊന്നിനും കുറവില്ല, അവർക്കെല്ലാം ഉണ്ട്. എന്തിന്റെ കുറവാ? നമ്മളെ കണ്ടാലും കുറവ് പറയത്തില്ല, നമ്മുടെ നടപ്പും യാത്രയും കണ്ടാലും കുറവ് തോന്നത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ മകൻ നമ്മുടെ ഉള്ളങ്ങളെ വിവേചിച്ചിട്ട് പറയും, ഇല്ലെന്നേ, നിനക്ക് എവിടേക്കോ സന്തോഷത്തിന്റെ ഒരു കുറവുണ്ട്. നിന്റെ വീടിനകത്ത് ചില വാഗ്ദത്ത നിവർത്തി നടക്കുമ്പോ ചില സന്തോഷങ്ങൾ വെളിപ്പെട്ട് വരുവാനാണ് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ. സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ അവിശ്വാസം മാറ്റിവെച്ച് പറ, എനിക്ക് എന്റെ സന്തോഷം തിരികെ തരാൻ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തീകരിക്കുക. നിനക്ക് സന്തോഷം
സന്തോഷമുണ്ടാകും. അടുത്ത പദം ഉല്ലാസമുണ്ടാകും. സങ്കീർത്തനം വായിക്കുന്ന ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പൊ ദൈവ മക്കളുടെ വീടിനകത്ത് എന്തുണ്ടാകണം? ഉല്ലാസം ഉണ്ടാകണം. അത് ലഭിക്കപ്പെടാം. നിന്റെ വീടിനകത്ത് ഒരു ജനനം നടക്കണമെന്ന് ദൈവാത്മാവ് പറഞ്ഞൊരു വാഗ്ദത്തം നിവർത്തി. അടുത്ത വാക്ക്, അവന്റെ ജനനത്തിങ്കൽ പലരും എന്ത് ചെയ്യും? സന്തോഷിക്കും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നറിയോ? അവന്റെ ജനനം പലരും കാത്തിരിക്കുന്നുണ്ട്, പലരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കേട്ടോ, നീ മാത്രമല്ല, നിന്റെ ഭാര്യ മാത്രമല്ല, അവന് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓർക്കുക, ശരിയായ സ്നേഹവും ആത്മാർത്ഥതയും അവിടെ നമുക്ക് കാണാം. നമുക്കൊരു നന്മ കിട്ടിയാൽ, നമുക്കൊരു വാഗ്ദത്തം കിട്ടിയാൽ, നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ അതിൽ സന്തോഷിക്കും. ദൈവങ്ങളോട് പറയും, നമ്മുടെ കൂടെ ആരാധിക്കുന്ന ദൈവമക്കൾ അല്ലെ ആരുമായിക്കൊണ്ട് അവർക്കൊരു നന്മ കിട്ടുമ്പോൾ നമ്മളതിനകത്ത് എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഹൃദയം തുറന്ന് എന്ത് ചെയ്യണം? സന്തോഷിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ നന്മയിലും ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റൂ. നമ്മുടെ കുഴപ്പം, ആരെങ്കിലും ഒരു നല്ല വണ്ടി എടുത്താൽ കഴിഞ്ഞ ആഴ്ച പുള്ളി കണ്ടപ്പോൾ കടവാണ് വണ്ടി എടുത്തപ്പം പിന്നെ സ്വാഭാവികമായിട്ടും കാലാവസ്ഥ അനുസരിച്ച് ഒരു ജാക്കറ്റ് വേണം, ഇല്ലാൻ പറ്റത്തില്ല, റെയിൻകോട്ടും വേണം. അപ്പം നമ്മൾ അടുത്ത ദിവസം കണ്ടപ്പോൾ ഇത് രണ്ടും ലോട്ടറി അടിച്ചെന്ന് എൻ്റെ പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ വെസ്റ്റ് ഓഫിൽ വന്നിട്ട് നടന്നു വന്ന പുള്ളി എങ്ങനെ ഈ വരുന്നത്? ഈ അങ്ങനെ നമ്മുടെ ഉള്ളിലങ്ങ് എന്താ ഒരു 10 മുട്ട വെച്ച് കൊടുത്ത സെക്കൻഡ് കൊണ്ട് ഞാൻ എൻ്റെ പണ്ടുള്ള പോളിസിയാണ്. എൻ്റെ അച്ഛൻ്റെ കാര്യം പറയും, ഈ നമ്മുടെ കൂടെ ആരാധിക്കുന്ന നിയമങ്ങൾക്ക് കാശ് കിട്ടിയതോർത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? വിഷമിക്കരുത്, സന്തോഷിക്കണം. ഒരു കാര്യം ഓർത്തിട്ട് സന്തോഷിക്കണം. കടം ചോദിക്കാൻ കാശില്ലാത്തതുകൊണ്ടല്ല കടം ചോദിക്കാൻ. അപ്പൊ അത് കിട്ടാനും എന്ത് ചെയ്യണം? മനസ്സ് തുറന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തുറക്കുന്നില്ല. നമ്മൾ മനസ്സ് തുറക്കണം, എന്നാലും പറ്റത്തുള്ളൂ. ഞാനൊരു തോന്നി നിങ്ങളോട് പറയാം, നമ്മുടെ ഹൃദയം അങ്ങനെ വിശാലമായി. ഞാൻ എൻ്റെ ചർച്ചിൽ ആരാണെങ്കിലും, ചർച്ചിൽ എൻ്റെ സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും, അതേപോലെ നീ എന്നോട് പിണക്കമുള്ള ഒരാളാണ്, നന്നാകാണ് ഞാൻ ഇത് സന്തോഷിക്കും. അത് കാരണം എന്തറിയാം? മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഈ നന്മ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബൈബിൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ കണ്ടൊരു വാക്യമാണ്, ഈ ചിലർ ആഹാരമൊന്നും കഴിക്കത്തില്ല. ആഹാരം കഴിക്കത്തില്ല, നല്ല ആഹാരമൊന്നും ചെയ്യത്തില്ല. നമ്മൾ പിന്നെ വേണം അസുഖക്കാരുടെ കാര്യമൊന്നും. ഞാൻ ഇത് പറഞ്ഞു പോയി വേണ്ടത്തല്ല, അവിടെ വാരി വലിയ കൊളസ്ട്രോളൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞു വാരി വലിയാണെന്നും ബോധം വീടില്ല. അതൊക്കെ കൺട്രോൾ ചെയ്യണം. അതല്ലേ അവർ ഈ ചിലര് പൈസ ഉണ്ടല്ലോ ആഹാരം കഴിക്കത്തില്ല. ഈ നമ്മുടെയൊക്കെ പഴയ നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ടേ ഒരു ഓട്ടോ പിടിക്കത്തില്ല, കാരണം പൈസ പോകുമെന്നും പറഞ്ഞ് അത്രയും കൂടെ കൂട്ടി വെച്ച പ്രയോജനം. ഒരു നാരങ്ങ വെള്ളം പോലും അത് റോഡിൽ പോലെ എന്ത് ചെയ്തില്ല, വീട്ടിൽ വന്ന് കുടിക്കത്തുള്ളൂ. അതിന് കാരണം സാഹചര്യം അതാണ്. ഇന്ന് നമ്മുടെ ഒരു ഷാർജ കുടിക്കാൻ കാശുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ല, ഈ ചിലർക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സഭാപ്രസംഗയുടെ പുസ്തകം ചർച്ചിലെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ബൈബിൾ വായിച്ചപ്പോഴാണ് അതൊരു റെഫറൻസ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ ധാരാളമായി ദൈവം നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്ന ഒരു പുതിയ ചില വാക്യം ഒരു ചിന്ത എത്തിയപ്പോഴാണ് സഭാപ്രസംഗി പറയുന്നൊരു വാക്യമുണ്ട്, തിന്നുകയും കുടിക്കുകയും ചെയ്യാനല്ലോ അവൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, അതല്ലോ ഈ ഭൂമിയിൽ മനുഷ്യനുള്ള നന്മ എന്നൊരു വാക്യം അതിനകത്തുണ്ട്. അത് ശരിയാണ്, സത്യമാണ്. ഒരു കാരണം അറിയാം, നമ്മൾ സ്വന്തത്തിൽ ചെന്നിട്ട് KFCയുടെ കട അന്വേഷിച്ച് നടന്നാൽ കിട്ടുമോ? എനിക്കൊരു ചിക്കൻ കാല് നാട്ടിൽ വെച്ച് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പുത്തനാമനുഷ്യൻ്റെ ഇവിടെ KFC ഓപ്പൺ ചെയ്തിട്ടുണ്ടോ കിട്ടുമോ? കിട്ടത്തില്ല. അത് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം? അത് കഴിക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്നറിയാമോ? ഈ മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക, സമയം കഴിയുകയാണ്. ഞാൻ വ്യക്തിപരമായ ദൈവാലയത്തിൻ്റെ പിന്നുള്ള സെഷനുകളിൽ പോകാം. ഇത് പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സന്തോഷമുണ്ടാകും, നിനക്ക് ഉല്ലാസമുണ്ടാകും. അവൻ്റെ ജനനത്തിൽ എന്ത് ചെയ്യും? ഞാനൊരു ദൂതോടെ പറയാം, സഭയിൽ പൊതുവിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മറുപടി ലഭിക്കുമ്പോൾ ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ പറയുമ്പോൾ, എന്നാലും എൻ്റെ ദൈവമേ നീ അവരെ മാത്രം കൊടുത്തല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കരുത്. കരമുയർത്തി തുറന്ന മനസ്സോടെ നാം സ്തോത്രം ചെയ്താൽ അടുത്ത മറുപടി നമുക്ക് വേണ്ടി ദൈവം ചെയ്യുവാനിടയാ. ദൈവം പ്രവർത്തിക്കും. ഞാൻ ഭാഗം വിടുന്നു. വായിച്ചെടുത്ത വാക്ക്
അവൻ കർത്താവിന്റെ സന്നിധിയിൽ, ആ പദം ശ്രദ്ധിച്ചോണേ, അവൻ ആരുടെ സന്നിധിയിൽ വലിയവനാകും? ഇന്ന് നമ്മുടെ മക്കളെ എല്ലാം ലോകത്തിന്റെ മുമ്പിൽ വലിയവരാക്കാനാണ് നമ്മൾ ഈ കിടന്ന് കടപ്പാട് വരുന്നത് കേട്ടോ. അവരെ കഴിവുകൾ ഉപയോഗിക്കണം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും അതുപോലെ സെക്യുലറായിട്ടൊക്കെ അവർക്ക് വരുന്ന കഴിവുകളെ എന്ത് ചെയ്യണം? അടിച്ചമർത്തരുത്, അവരെ പ്രോത്സാഹിപ്പിക്കണം, ആ വഴിയെ വിടണം. പക്ഷെ ഒരു കാര്യം അവരോട് പറയണം, അവരേത് ഫീൽഡ് തിരഞ്ഞെടുത്താലും അതിലൂടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുവാനിടയാകണം. നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു പദമാണ്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനായി മാറുന്നത്. ലോകത്തിന്റെ മുമ്പിൽ വലിയവനാകാൻ അത് പോകുന്ന ഒരു കാഴ്ചയില്ല ഇപ്പൊ ലോകം നിൽക്കുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് നമുക്ക് MLA MP വേണമെന്നൊക്കെ ഒത്തിരി പേര് പ്രസംഗിക്കുകയൊക്കെ ചെയ്താൽ ഇപ്പൊ ലോകത്തിന്റെ മുമ്പിൽ എങ്ങനെ വലിയവരാകാം എന്ന് ചിന്തിക്കുമ്പോൾ ബൈബിൾ പറയുന്നവൻ കർത്താവിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ പൈതലെ, ലോകത്തിന്റെ മുമ്പിൽ വലിയവരായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുമില്ലാത്തവരായി മാറുന്നതിനേക്കാൾ ലോകത്തിൽ ഒന്നുമല്ലാതായി മാറിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നാമനാകാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യം വേറെ ഇല്ല കേട്ടോ. മക്കളെ നന്നായി പഠിപ്പിക്കണം, നല്ല ഫീൽഡുകളിലേക്ക് വിടണം, അവർക്ക് ഇഷ്ടമുള്ള അതേ ജനത്തിലേക്ക് അവരെ തിരിച്ചു വിടണം. അതൊന്നും ഞാൻ എതിരല്ല. എനിക്ക് എന്റെ മക്കളുണ്ട്, ഞാൻ അവരോട് പറഞ്ഞ് പഠിക്കാവുന്നിടത്തോളം പഠിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, അത് ഈ കിട്ടുന്ന നന്മയിൽ നിന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ മറന്നൊന്നിനും പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് ചിന്ത ചെയ്താ ദൈവസന്നിധിയിൽ പകൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്റെ തലമുറ എങ്ങനെ വലിയവരാകുന്ന പദം സമ്പന്നരാകുക എന്ന വാക്കിന്റെ അർത്ഥം എന്ത് സമ്പന്നത? ലക്ഷങ്ങളുടെ സമ്പാദ്യമല്ല. അവർ പ്രാർത്ഥനയിൽ സമ്പന്നരാകണം, ആരാധനയിൽ സമ്പന്നരാകണം, വിശ്വാസത്തിൽ സമ്പന്നരാകണം, ദൈവകൃപയിൽ സമ്പന്നരാകണം, ദൈവ സ്നേഹത്തിൽ സമ്പന്നരാകണം. എന്റെ കുഞ്ഞുങ്ങൾ ആത്മീകത്തിൽ സമ്പന്നരായി മാറണം. സകല മാതാപിതാക്കളും പ്രാർത്ഥിക്കണം. അത് കേട്ടോ, ഈ പെന്തക്കോസ്റ്റ് കൗൺസിൽ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ലേഖനം ഞാൻ വായിച്ചു. ഒരു പഠനം നടത്തിയിട്ട് ഇന്നത്തെ ചെറുപ്പക്കാരിൽ ലഹരിയുടെ ഉപയോഗം കൂടുകയാണ്. നമ്മുടെ പെന്തക്കോസ്റ്റിനകത്ത് പോലും അത് വ്യാപകമായി തുടങ്ങിയിരിക്കുന്നെന്ന് നമ്മളിവിടെ സിസ്റ്റമില്ല. അപ്പൊ അതില്ലാത്തൊരു കാലഘട്ടത്തിൽ ലിംഗഭേദം നിർണ്ണയിക്കാനുള്ള മെഷീനുകൾ കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തിന് മുമ്പ് നിന്റെ ഭാര്യ ഗർഭിണിയാകുമെന്ന് അറിയാം. കാരണം എന്താ അറിയാ? അത് വാർദ്ധക്യത്തിലേക്ക് അടുക്കുക. അത് അസാധ്യമായ ഒരു കാലഘട്ടത്തിൽ, വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രായത്തിൽ നിൽക്കുന്നവരോട് പറയുക, അവൾ ഗർഭിണിയാകാം, നിനക്കൊരു നിന്റെ ചോരയിൽ ഒരു തലമുറയെ നിനക്ക് തരുക. അവൾ ആ ദൂത് കേൾക്കുന്നതിന് മുൻപ്, ഈ കുഞ്ഞ് വീഴുന്നതിന് മുൻപ്, ആ കുഞ്ഞിന് പൊട്ടുപോലെ യൂട്രസ് ഗർഭപാത്രത്തിനകത്തേക്ക് വീഴുന്നതിന് മുൻപ് പറയുക, അവൻ വലിയവനായി മാറുമല്ലോ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്റെ തലമുറ ദൈവസന്നിധി വലിയവരായി മാറുക. അവർ ആത്മീകത്തിൽ കൃപയുള്ളവരായി നിൽക്കുക. അവർ ദൈവത്തെ അറിയുന്നവരായി മാറും. എന്റെ കാലം കഴിഞ്ഞാലും എന്റെ തലമുറ ദൈവത്തെ മറക്കത്തില്ല. കർത്താവേ, ഞാൻ നിൽക്കുന്നതിനേക്കാൾ ശക്തിയോടെ നിൽക്കാൻ എന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കണമെന്ന് ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. ഒരു തലമുറ വീടിന് വേണം, അടുത്തൊരു തലമുറ സഭയ്ക്ക് വേണം, തലമുറ എഴുന്നേറ്റ് വേണം. ദൈവസന്നിധി വലിയവരാകുന്നു ഒരു തലമുറ പുറത്തു വരാം. ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തകർന്നു പോകുന്ന തലമുറയുടെ നടുവിൽ രോഗിയുടെ കാലം പോലെ, രോഗിയുടെ കാലം പോലെ തകർന്നു പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ അത് വലിയവരാകുന്ന ഒരു തലമുറ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ആരായി മാറും? പിള്ളേരോട് പറഞ്ഞ് നന്നായിട്ട് പഠിക്കണം, അത് തെറ്റില്ല. പഠിച്ച് നല്ല ജോലി വാങ്ങിക്കും, നല്ല കാശൊക്കെ സമ്പാദിക്കണം. എൻ്റെ അപ്പൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? തല ഉയർത്തി. അത് ഈ സ്നേഹത്തെക്കാൾ കൂടുതൽ വാശിയുണ്ട്. കാരണം അവരൊത്തിരി ഇട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണം എനിക്ക് അവരുടെ മുമ്പിൽ ഒന്ന് സമയം പോവാൻ പറ്റും. ഞാൻ ഈ ദൂത് പറയാം, ദൈവസന്നിധിയിൽ വലിയവരാകാൻ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യാൻ. ഈ ദൂത് വൈകിട്ട് തുടരുമ്പോൾ അത് പറയാം. ഈ ഭാഗം വായിച്ചപ്പോൾ വായിച്ചു രണ്ട് കാര്യം പറഞ്ഞു. വീഞ്ഞും മദ്യവും
ആ തലമുറയുടെ സ്വഭാവത്തെ കുറിച്ചുകൂടെ പറഞ്ഞു. അവൻ വേർതിരിക്കപ്പെട്ടവനായിരിക്കും. ലോകത്തിന്റെ പാപത്തിലേക്ക് കോപത്തിലേക്ക് എന്തിനേക്ക് വന്നറിയാം. നമ്മൾ ഈ സാധാരണ ദൂത് കേട്ടിട്ട് ഗ്ലോറി നൽകിയൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അതിനല്ല പ്രാർത്ഥിക്കാൻ ആ ദൂത് പറഞ്ഞത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പണ്ടത്തെ കാലം ഒരു 10 വർഷം മുമ്പ്, ഒരു 5 വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ 2 ആൺപിള്ളേർക്ക് മാത്രമേ ഉണ്ടായിരുന്നോ. ഇന്ന് ആൺപിള്ളേരെക്കാട്ടി കഷ്ടമാണ് പെൺപിള്ളേർ. നേരത്തെ ഈ UK, കാനഡ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലായിരുന്നു ആളും പെണ്ണും പോയി ഒരുമിച്ച് ചെയ്യുന്നത്. അത് ഇന്ന് കാര്യത്തോട് സുലഭമാണ്. കേരളത്തിൽ ഒട്ടുമിക്ക